നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. പോലീസും പ്രോസിക്യൂട്ടറും ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും. കസ്റ്റഡിയിൽ വാങ്ങും മുൻപ് രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം. കോടതിയിൽ ചെന്താമര തെറ്റ് ഏറ്റുപറഞ്ഞതും രേഖയാക്കും. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഇന്നാണ് ചെന്താമരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം ഈ ചെന്താമരയെ പോലീസ് പിടികൂടിയതിനു ശേഷം ചോദ്യം ചെയ്ത ഓരോ സമയത്തും പോലീസിനെ കൃത്യമായ ഉത്തരങ്ങൾ നൽകാതിരിക്കുക, മാത്രമല്ല പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ രീതിയിലായിരുന്നു ചെന്താമര പെരുമാറിയിരുന്നത്. മാത്രമല്ല ചോദ്യം ചെയ്യലിന്റെ ഒരു വേളയിലും കുറ്റം സമ്മതിക്കുകയോ മറ്റോ ഒന്നും തന്നെ പ്രതി ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അതേസമയം കോടതിയിൽ ഇന്നലെ വൈകിട്ട് ഒരു 4:45 ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഈ സമയത്ത് ജഡ്ജ് ഏതെങ്കിലും തരത്തിൽ ശരീരത്തിൽ മുറിവുകളോ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടോ എന്ന തരത്തിൽ ചോദിക്കുന്നു. അപ്പോൾ തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതി കുറ്റം ഏറ്റുപറയുകയാണ് ചെയ്തത്. തന്നെ ശിക്ഷിക്കൂ, തന്നെ ഒരു 100 വർഷമെങ്കിലും ശിക്ഷിക്കൂ, തനിക്ക് തന്റെ മകളും മരുമകനും ഒക്കെ സമൂഹത്ത് വലിയ നിലയിലുള്ളവരാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്ന തരത്തിൽ അവരൊന്നും ഇനി നേരിൽ കാണാൻ താല്പര്യപ്പെടുന്നില്ല എന്ന തരത്തിലായിരുന്നു ചെന്താമര പോലീസിനോട് ജഡ്ജിയോട് പറഞ്ഞിരുന്നത്. ഈ സാഹചര്യത്തിലാണ് പോലീസ് ഈ ചെന്താമരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നത്. പ്രോസിക്യൂട്ടറും പോലീസും തമ്മിൽ തീരുമാനിച്ചതിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുക. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് മുൻപ് രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് ഒരുങ്ങുന്നത്. കാരണം ഈ ചെന്താമര കോടതിയിൽ സ്വയം കുറ്റം ഏറ്റുപറഞ്ഞതും അതുപോലെ തന്നെ തന്നെ ശിക്ഷിക്കൂ എന്ന് പറഞ്ഞതും എല്ലാം കേസിന് ഗുണം ചെയ്യുമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. നേരത്തെ തന്നെ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ, ഒപ്പം രക്തസാമ്പിളുകൾ ഇതെല്ലാം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിനു പുറമെ ഈ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തുന്നത് കേസിനെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യുമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. ആ സാഹചര്യത്തിലാണ് പ്രതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് ഒരുങ്ങുന്നത്. അതേസമയം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുന്നത് കുറച്ച് പതിയെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം പ്രദേശത്തെ ജനങ്ങളാകെ രോഷാകുലരായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. നെന്മാറയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ജനങ്ങൾ ആർത്തിരമ്പി എത്തുകയും വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പ്രതിയുമായുള്ള തെളിവെടുപ്പ് ഇനി പുനരാവിഷ്കരിക്കേണ്ടതുണ്ട്. അതായത് ആ കൊലപാതകം അവിടെ നടത്തിയത് എങ്ങനെയാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ പുനരാവിഷ്കരിക്കേണ്ടതുണ്ട്. ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് പ്രതിയെ നേരിട്ട് എത്തിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ജനങ്ങൾ ഇത്തരത്തിൽ കൂടുതൽ അവിടേക്ക് എത്തുകയോ മറ്റേതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുമെന്ന് ഒരു ആശങ്ക പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള മറ്റു നടപടികളിലേക്ക് മെല്ലെ കടന്നാൽ മതി എന്നുള്ളതാണ് പോലീസിന്റെ തീരുമാനം. തീർച്ചയായും ഈ നേരത്തെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഈ മക്കൾക്ക്, ഈ കൊല്ലപ്പെട്ട ആളിൻ്റെ മക്കൾക്ക് പോലും ഇദ്ദേഹത്തിൽ നിന്ന് ഭീഷണിയുണ്ട്. കാരണം യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെയാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ പെരുമാറിയത്. അത് മാത്രമല്ല ജുഡീഷ്യറിയുടെ മുമ്പാകെ തനിക്ക് പരമാവധി ശിക്ഷ നൽകിക്കൊള്ളൂ, 100 കൊല്ലം വേണമെങ്കിലും ശിക്ഷിച്ചോളൂ എന്നുള്ള നിലയിലാണ് ഇയാൾ പ്രതികരിച്ചത്. അപ്പോൾ ഇയാൾക്ക് യാതൊരു മാനസാന്തരവും വന്നിട്ടില്ല. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം നടത്താനുള്ള മാനസികാവസ്ഥയിൽ തന്നെയാണ് ഈ പ്രതി ഉള്ളത്. അങ്ങനെ തന്നെയല്ലേ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമ്പോഴും ആ ഒരു ജാഗ്രത പോലീസിനുണ്ടാകുമല്ലോ? തീർച്ചയായിട്ടും പോലീസ് അത്തരത്തിൽ ഉള്ള മുൻകരുതലുകൾ കൂടി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, സാധാരണ എല്ലാ കേസുകളിലും പോലീസ് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും മറ്റ് നടപടികളൊക്കെ പൂർത്തീകരിക്കുകയാണ് പതിവ്. പക്ഷെ ഇവിടെ അത്തരത്തിലല്ല. മറ്റ് സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടന്നാൽ മതി എന്നുള്ള തീരുമാനം തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതായത് നേരത്തെ പറഞ്ഞ തെളിവുകൾ പോലീസിന് നേരത്തെ തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധമാണെങ്കിലും രക്തസാമ്പിളുകളാണെങ്കിലും ഒപ്പം വസ്ത്രങ്ങളാണെങ്കിലും ഒക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി പോലീസിന്റെ മുൻപിൽ ഉള്ളത് തെളിവെടുപ്പാണ്. അതിനു മുൻപായിട്ടാണ് പോലീസ് പ്രതീക്ഷിക്കാതെ ഈ പ്രതി കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഇത്തരത്തിൽ സ്വയം കുറ്റം സമ്മതിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നേരത്തെ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഒരിടത്തും കുറ്റം സമ്മതിക്കാത്ത പ്രതിയാണ്, അല്ലെങ്കിൽ പോലീസിനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസിനോട് ഒന്നും വിട്ടുപറയാതിരുന്ന പ്രതിയാണ് ജഡ്ജിക്ക് മുൻപാകെ കുറ്റമേറ്റു പറയുകയും തന്നെ 100 വർഷമെങ്കിലും ശിക്ഷിക്കൂ, തന്റെ മകളെയും മരുമകനെയും ഒന്നും ഇനി നേരിൽ കാണാൻ പറ്റില്ല എന്ന തരത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പ്രതിയെ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അത്തരത്തിൽ ഈ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ. അത് കൂടുതൽ ഗുണകരമായ കേസിനെ എങ്ങനെയാണ് അതിനെ ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെ അത് രഹസ്യമൊഴി കൂടെ രേഖപ്പെടുത്തുമ്പോൾ
കേസിന് അതേറെ ഗുണം ചെയ്യുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. തെളിവെടുപ്പിന് ഈ ഒരു പ്രദേശത്തെ സാഹചര്യം കൂടി അനുകൂലമായ രീതിയിൽ അത് കൂടുതൽ പോലീസിനെ ഉൾപ്പെടെ അവിടെ ഈ തെളിവെടുപ്പൊക്കെ നടത്തുമ്പോൾ വിന്യസിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ തെളിവെടുപ്പ് കടക്കുകയുള്ളൂ എന്നുള്ളതാണ്. നിലവിലെ ഒരു വിവരപ്രകാരം വ്യാഴാഴ്ചയോ മറ്റോ ഈ കസ്റ്റഡി അപേക്ഷ നൽകുന്നതിനാണ്. നേരത്തെ തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് പോലീസ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് വ്യാഴാഴ്ച എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനെ സംബന്ധിച്ച് പോലീസ് ഈ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും അതിന്റെ അന്തിമ തീരുമാനങ്ങളിലേക്ക് കടക്കുക. ക്രൂരമായ കൊലപാതകം നടത്തിയ ചെന്താമരെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. കൃത്യമായി കസ്റ്റഡിയിലെടുക്കും മുൻപ് തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പോലീസും പ്രോസിക്യൂട്ടറും ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും. കസ്റ്റഡിയിൽ വാങ്ങും മുൻപായിരിക്കും രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. കോടതിയിൽ ചെന്താമര തെറ്റ് ഏറ്റുപറഞ്ഞതും രേഖയാക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.